പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വിലയിരുത്തി നിർണായക സുരക്ഷാ യോഗം ചേർന്ന് ഇന്ത്യ. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം. അയത്തുള്ള ഖമേനിയുടെ കൊലപാതകത്തിലുള്ള പ്രതിഷേധത്തിനിടെ ശ്രീനഗറിൽ സംഘർഷം. ഇറാൻ അനുകൂല പ്രതിഷേധങ്ങൾ നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്നലെ രാത്രിയോടെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ അടിയന്തര സുരക്ഷാ സമിതി യോഗം ചേർന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കേന്ദ്ര സുരക്ഷാകാര്യ മന്ത്രിസഭ വിലയിരുത്തി. ഗൾഫ് രാജ്യങ്ങൾ, ഇസ്രായേൽ, ഇറാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്കും എംബസികൾക്കും നിർദ്ദേശം നൽകി. എന്നാൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള രക്ഷാദൗത്യത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇറാൻ അനുകൂല പ്രതിഷേധങ്ങൾ നിരീക്ഷിക്കണമെന്നും സംഘർഷ സാഹചര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ കൊലപാതകത്തിൽ ശ്രീനഗറിൽ നടന്ന പ്രതിഷേധം സംഘർഷത്തിലെത്തി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. കശ്മീരിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളെ തുടർന്ന് സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോൺ സംഭാഷണം നടത്തിയ മോദി ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ നടത്തിയ ആക്രമണത്തെ മോദിയും കേന്ദ്രവും ഇതുവരെ അപലപിച്ചിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.